ബിഹേവിയറൽ മോഡലിംഗ് നമ്മൾ ഓൾറെഡി നമ്മൾ അതിന്റെ തിയറി പഠിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എയ്തർ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എൽസ്. അതേപോലെ തന്നെ നമുക്ക് കേസ് സ്റ്റേറ്റ്മെന്റ് അതിന് പകരം ഓൾട്ടർനേറ്റ് നെസ്റ്റഡ് ഇഫ് എൽസ് ഒക്കെ വരുന്ന കേസസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കേസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് കേസ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്, കാരണം ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഇഫ് എൽസ് ഇഫ് ഒക്കെ വെച്ച് അങ്ങ് നീട്ടി എഴുതി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചുകൂടെ ലെങ്ത് കൂടിയ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ വരുന്ന കേസസിൽ ഇൻസ്റ്റഡ് ഓഫ് ദിസ് ഇഫ് എൽസ് നമുക്ക് കേസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓൾറെഡി നമ്മൾ നേരത്തെ ഇപ്പം ഇത് കണ്ടതാണ്. സോ ഇത് ഒന്നും കൂടെ ജസ്റ്റ് പ്രോഗ്രാം പോകുന്നതിന് മുന്നേ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഈ സ്ലൈഡ് ആഡ് ചെയ്തിരിക്കുന്നതാണ്. സോ ഇത് സിൻടാക്സ് നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. ഓക്കെ, സോ കേസ് വാട്ട് എവർ ഇസ് ദ എക്സ്പ്രഷൻ ഐ നീഡ് ടു ചെക്ക്, ദെൻ വാട്ട് എവർ ഇസ് ദ കറസ്പോണ്ടിങ് വാല്യൂ, ആ വാല്യൂ വരുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പോൾ 00 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വന്നിരിക്കുന്നതെങ്കിൽ വാട്ട് നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ്, ദെൻ 01 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വരുന്നതെങ്കിൽ വാട്ട് നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ്. ഡിഫോൾട്ടായിട്ട് ഇത് ഓപ്ഷനിലാണ്. ഡിഫോൾട്ടായിട്ട് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് എവർ സം സ്റ്റേറ്റ്മെന്റ് ഇൻവാലിഡ് കൺട്രോൾ സിഗ്നൽ, അങ്ങനെ എന്തെങ്കിലും സം സ്റ്റേറ്റ്മെന്റ് ഓർ സം എക്സ്പ്രഷൻ, അത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് കമ്പൽസറി അല്ല, ഓപ്ഷനിലാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ കേസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചാണ് തുടങ്ങുന്നത്, ആൻഡ് എൻ കേസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഒരു കേസ് ബിഗിൻ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചും ഒരു കേസ് സ്റ്റേറ്റ്മെന്റ്, ഒരു എൻറ്റയർ ആയിട്ടുള്ള കേസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എൻഡ് ചെയ്യുന്നത് ഈസ് വിത്ത് എൻ കേസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, 2:1 മക്സ് ഒക്കെ വരെ ഇഫ് എൽസ് ഇഫ് ഒക്കെ വെച്ച് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം ഒരു 4:1 വരെയൊക്കെ നമുക്ക് എഴുതാം. പക്ഷേ 8:1 16:1 അതേപോലെ ഡിമക്സ് നേരെ തിരിച്ചുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഫ് എൽസ് ഇഫ് ഒക്കെ വെച്ച് എഴുതിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് പകരം നെസ്റ്റഡ് ഇഫ് എൽസ് ഇഫ് വരുമ്പോൾ ആയിരിക്കും കൂടുതൽ കുറച്ചുകൂടെ ബെറ്റർ എന്നോർത്തോണ്ട് 2:1 മക്സിന് കേസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് 4:1 മക്സ്. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ കണ്ടിരുന്നത് 2:1 മക്സ് ആണ്. അത് ഇഫ് എൽസ് വെച്ചിട്ടാണ്, എൽസ് ഇഫ് വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നൗ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 4:1 മക്സ് യൂസിങ്. അപ്പോൾ ഇത് ബിഹേവിയർ മോഡലിംഗ് തന്നെയാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്, സംശയം വരണ്ടാന്ന് ഓർത്തിട്ട് ബിഹേവിയർ മോഡലിംഗ് തന്നെയാണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഫ് എൽസ് ഇഫ് വെച്ച് എഴുതി പോവാം, അതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ബെറ്റർ എന്ന് പറയുന്നത് ഇസ് ദ യൂസേജ് ഓഫ് ദിസ് കേസ് സ്റ്റേറ്റ്മെന്റ്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാനായിട്ടോ എവിടെയെങ്കിലുമൊക്കെ മിസ് ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് 4:1 മക്സിന്റെ ട്രൂത്ത് ടേബിൾ അറിയാം. 4 ഇൻപുട്സ് 1 ഔട്ട്പുട്ട് ആൻഡ് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് 2. ഓക്കെ, ഇവിടെ S1 S0 ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ട്രൂത്ത് ടേബിളിന് കറസ്പോണ്ടിങ്ങിലാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ S1 S0 ആർ ദ 2 സെലക്ട് ലൈൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ S0നെ MSB S1നെ LSB ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അതിന് കറസ്പോണ്ടിങ്ങിൽ പ്രോഗ്രാമിൽ ആ ചേഞ്ച് വരുത്തിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ഈ ഒരു ട്രൂത്ത് ടേബിളിന് കറസ്പോണ്ടിങ്ങിലാണ് പ്രോഗ്രാം വന്നേക്കുന്നത്. ഓക്കെ, സോ S1 S0 ആർ ദ സെലക്ട് ലൈൻസ് വേർ S1 ഈസ് ദ MSB റെപ്രസെന്റ് ചെയ്യുന്നത്, S0 എന്ന് പറയുന്നത് LSB ആയിട്ടാണ് ഇപ്പോൾ എടുത്തു പോയേക്കുന്നത്. ഓക്കെ, സോ 00 S1 S0യുടെ വാല്യൂ 00 വരുന്ന സമയത്തേക്ക് 4 ഇൻപുട്സ് I0 I1 I2 ആൻഡ് I3. സോ ഫസ്റ്റത്തെ ഇൻപുട്ട് 00 വരുന്ന സമയത്ത് ഫസ്റ്റത്തെ ഇൻപുട്ട് വിച്ച് ഈസ് I0 ആയിരിക്കും ഔട്ടിലേക്ക് പോവുക. ദെൻ 01 കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഇൻപുട്ട് I1 ആയിരിക്കും ഔട്ടിലേക്ക് പോവുക. സിമിലർലി 10 വരുമ്പോൾ I2 ആൻഡ് 11 വരുമ്പോൾ I3. നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലർ ആണ്. 4:1 മക്സിന്റെ ട്രൂത്ത് ടേബിൾ തന്നെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. നൗ ഹൗ ടു റൈറ്റ് ദിസ് പ്രോഗ്രാം, അതിൽ മാത്രമാണ് നമുക്ക് കേസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. സോ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമുക്ക് ഡിക്ലറേഷൻ പാർട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ ഫെമിലർ ആയെന്ന് വിചാരിക്കുന്നു. മൊഡ്യൂൾ നെയിം ആൻഡ് ദ ലിസ്റ്റ് ഓഫ് പോർട്സ്, ദെൻ പോർട്ട് ഡിക്ലറേഷൻസ്. ഔട്ട്പുട്ട് പോർട്ടിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനുശേഷം ഇൻപുട്ട് പോർട്സിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ I0 I1 I2 I3 ഒരു ലൈനിലും S1 S0 രണ്ടാമത്തെ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഇൻപുട്ടിനെ രണ്ടായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഒറ്റ ലൈനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിനെ 3ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, 3ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. പ്രിഫറബിളി 2 കൂടുതൽ. ഇതിപ്പോൾ ഒരെണ്ണം ഇൻപുട്ട് ഒന്ന് സെലക്ട് ലൈൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം ഞാൻ അങ്ങനെ എടുത്തതാണ്, 2ആയിട്ട് ടെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോമയിട്ട് അങ്ങ് എഴുതി പോവാം. സിംഗിൾ ലൈൻ്റെ ആവശ്യമുള്ളൂ ഒറിജിനലി നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ബിഹേവിയറൽ മോഡലിങ്ങിൻ്റെ മേജർ ആയിട്ടുള്ള ഡിക്ലറേഷൻ, വേറൊരു ഡിക്ലറേഷനോട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, which is the declaration of the output as a
register using the keyword reg. Reason നമ്മളിപ്പോൾ multiple times repeat ചെയ്തു കാരണം the output needs to hold a value. ഈ ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ വരുമ്പോൾ ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞു കൊടുക്കുക അല്ലേ. സോ ഔട്ട്പുട്ട് നീഡ്സ് ടു ഹോൾഡ് എ വാല്യൂ, ഹെൻസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് എ രജിസ്റ്റർ യൂസിങ് ദ കീവേഡ് reg. പിന്നെ അതിന് ശേഷം തന്നെ നമ്മൾ ഓൾവേസ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓൾവേസ് ബ്ലോക്കിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന്റെ സെൻസിറ്റിവിറ്റി ലിസ്റ്റിന്റെ അകത്ത് വരേണ്ടത് ആർ ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്സ്. ഓക്കെ, സോ ഇൻപുട്സ് ആയിട്ട് നമ്മളിവിടെ മുകളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഷുഡ് കം അണ്ടർ ദിസ് സെൻസിറ്റിവിറ്റി ലിസ്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഓർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നെങ്കിൽ ഓർ ഇട്ട് വേണേൽ കൊടുക്കുക, അല്ല കോമ ഇട്ട് S0, S1, I0, I1, I2, I3 എന്ന് വേണേൽ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, സെൻസിറ്റിവിറ്റി ലിസ്റ്റിൻ്റെ അകത്ത് ഓൾ ദ ഇൻപുട്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഇവിടെ ഒരു ബിഗിനും ഇവിടെ ഒരു എൻഡും കൊടുക്കണേ. അത് ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി കൊടുത്തിരിക്കുന്നുണ്ട്, അത് കടപ്പില്ല, അതുകൊണ്ടാണ് ഇവിടെ അഡീഷണൽ എഴുതി ചേർത്തേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് എറർ അടിക്കുവേ. ഓക്കെ, സോ ബിഗിൻ എൻഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ കേസ്, ഇതാണ് കേസ് സ്റ്റേറ്റ്മെന്റ്. സോ അപ്പോൾ നോക്കിയാൽ കേസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുകൂടെ ജസ്റ്റ് നമുക്കൊന്ന് സിൻടാക്സിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. സോ കേസ് എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്? S1 S0യുടെ വാല്യൂ ആണ്. സോ S1 S0യുടെ വാല്യൂ 0 വരുമ്പോഴേക്കും ഔട്ടിലേക്ക് എന്ത് പോകും, 01 വരുമ്പോഴേക്കും ഔട്ടിലേക്ക് എന്ത് പോകും, 10 വരുമ്പോൾ ഔട്ടിലേക്ക് എന്ത് പോകും, 11 വരുന്ന സമയത്ത് ഔട്ടിലേക്ക് എന്ത് പോകും. ഇതാണ് നമുക്ക് വേണ്ടിയ കറണ്ട് ആയിട്ടുള്ള നമ്മുടെ യൂസേജ് വരിക. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നോക്കിയാൽ S1 S0. സോ ഇവിടെ ഞാൻ MSB ആയിട്ട് വെച്ചിരിക്കുന്നത് S1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ S1നെ ആദ്യം എഴുതിയിരിക്കുന്നത്, അത് മറന്നു പോകരുത്. തിരിച്ച് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു വരും, ട്രൂത്ത് ടേബിളിലെ കറക്റ്റ് ഇൻവേഴ്സിൽ ഔട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ MSB ആയിട്ട് ഏതിനാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആദ്യം ആ S1 ആണെങ്കിൽ S1, S0 ആണെങ്കിൽ S0 നിങ്ങൾക്ക് തിരിച്ച് ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ രീതിയിലായിരിക്കും ട്രൂത്ത് ടേബിളിൽ കറസ്പോണ്ടിങ്ങിലെ പ്രോഗ്രാം എഴുതാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇസ് ദ കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ. സോ അപ്പം S1ന്റെ വാല്യൂ S0യുടെ വാല്യൂ, സോ ഇപ്പം ആദ്യം S1ന്റെ വാല്യൂ 0, S0യുടെ വാല്യൂ 0. സോ 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ S1 S0യുടെ വാല്യൂ കമ്പൈൻ ചെയ്തിട്ട് എത്രയാണ് ഇപ്പോൾ വന്നേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ 2 ബിറ്റ് ഡെസിമൽ 0 ആയിട്ടാണ് ഇപ്പം ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൽ കാണിച്ചേക്കുന്നത്. 2 ബിറ്റ് ഡെസിമൽ 0 എഴുതണം ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബിറ്റ് ബൈനറി 00 എഴുതാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ ഇപ്പോൾ ടെക്സ്റ്റിൽ ഞാൻ പ്രോഗ്രാം അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്യാതെ എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 2 ബിറ്റ് ബൈനറി 0 എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, സോ ഇത് വരുന്ന സമയത്ത് സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് 1. ആ സമയത്ത് സ്റ്റേറ്റ്മെന്റ് 1 എന്താന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. സോ ആ സമയത്തേക്ക് ഔട്ടിലേക്ക് പോകേണ്ട വാല്യൂ ഏതാ നമ്മുടെ ട്രൂത്ത് ടേബിൾ പറയുന്നത്? ഔട്ടിലേക്ക് പോകേണ്ട വാല്യൂ ഇസ് ദ വാല്യൂ ഇൻ I0. സോ ഔട്ട് ഈസ് ഈക്വൽ ടു I0. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് അല്ലെങ്കിൽ വിൽ ചെക്ക് ഫോർ ദിസ്, ഇനി ഇതും അല്ലെങ്കിൽ വിൽ ചെക്ക് ഫോർ ദിസ്, ഇനി ഇതും അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യും. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഡിഫോൾട്ട് എന്നുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് കമ്പൽസറിയേ അല്ല, നിങ്ങൾക്ക് എഴുതണ്ടെങ്കിൽ എഴുതണ്ട, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചെക്കിങ് കഴിഞ്ഞു. 00 ആണെങ്കിൽ ഔട്ടിലേക്ക് എന്താ പോകേണ്ടതെന്ന് നോക്കി. അപ്പോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ 2 ബിറ്റ് ഡെസിമൽ 1 വിച്ച് ഈസ് ബൈനറി 01 വരുന്ന സമയത്തേക്ക് ഔട്ടിലേക്ക് പോകേണ്ട വാല്യൂ എന്താണ്? I1. സോ ഔട്ട് ഈസ് ഈക്വൽ ടു I1. Similarly, next case, which is 2 bit decimal 2, which is binary, S1 S0 value 10 വരുന്ന സമയത്തേക്ക് ഔട്ടിലേക്ക് പോകേണ്ട വാല്യൂ എന്ന് പറയുന്നത് is the value that is given in I2. Okay, so ഔട്ടിലേക്ക് പോകേണ്ട വാല്യൂ is I2. Similarly, 2 bit decimal 3, so that is 11 അല്ലേ. സോ 11 വരുവാണെങ്കിലേക്ക് ഔട്ടിലേക്ക് പോകേണ്ട വാല്യൂ is I3. Therefore, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ അതേ സാധനം തന്നെ ട്രൂത്ത് ടേബിളിലുള്ള അതേ സാധനമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. സോ ഔട്ട് ഈസ് ഈക്വൽ ടു I3 ആൻഡ് ദിസ് ഇസ് ദ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. അത് നിർബന്ധമില്ല എഴുതണം എന്നുള്ളത്. സോ ഡിഫോൾട്ട് ആയിട്ട് $ഡിസ്പ്ലേ ഇൻവാലിഡ് കൺട്രോൾ സിഗ്നൽസ് ഈ പറഞ്ഞ കോമ്പിനേഷനിലുള്ള അല്ലാതെ എന്തെങ്കിലും ഒരു വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഇസ് ആൻ ഇൻവാലിഡ് കൺട്രോൾ സിഗ്നൽ. കാരണം നമുക്ക് മക്സിനാകെ കൂടെ 4 ഇൻപുട്സ് മാത്രമാണ് ഉള്ളത്, വിച്ച് ആർ 00, 01, 10 ആൻഡ് 11. ഇനി അതിന്റെ മുകളിലേക്ക് സം വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇവർ ഡെസിമലും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സം ചേഞ്ച് സം അതർ വാല്യൂ എന്തെങ്കിലും സം അൺനോൺ വാല്യൂ ഹൈ ഇംപെഡൻസോ എന്തോ ആയിക്കോട്ടെ, അത് വന്നു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേ വിൽ ബി ഇൻവാലിഡ് കൺട്രോൾ സിഗ്നൽ ആൻഡ് ദിസ് ലൈൻ ഈസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ, നിർബന്ധമില്ല കേട്ടോ. ആൻഡ് ഫൈനലി കേസ് ബിഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ കേസ് യൂസ് ചെയ്യണം. സോ ആ എൻ കേസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബിഗിൻ ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഉറപ്പായിട്ടും എൻഡ് കൊടുക്കണം. ആൻഡ് ഫൈനലി ദ എൻഡ് മൊഡ്യൂൾ. സോ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യമോടെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളുടെ ഇപ്പം നമ്മൾ സ്ട്രക്ചറൽ മോഡലിങ്ങിന് എഴുതിയിരിക്കുന്ന 4:1 മാർക്സിൻ്റെ ടെസ്റ്റ് ബെഞ്ച് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ആ സെയിം ടെസ്റ്റ് ബെഞ്ച് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ സ്ട്രക്ചറിൽ എഴുതിയിരിക്കുന്ന 4:1 മാർക്സിൻ്റെ അതിന് ടെസ്റ്റ് ബെഞ്ച് നമ്മൾ എഴുതിയിരിക്കുന്നതാണ്.
അല്ലേ? സോ ആ സെയിം ടെസ്റ്റ് ബെഞ്ച് പ്രൊവൈഡഡ് ദ ലേബൽ ഓഫ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് സെലക്ട് ലൈൻ ആർ ദ സെയിം, അതെല്ലാം സെയിം ആണെങ്കിൽ ക്യാൻ ഐ യൂസ് ദ സെയിം ടെസ്റ്റ് ബെഞ്ച് ഹിയർ യൂസിങ് ബിഹേവിയറൽ മോഡലിംഗ്? പറ്റുമോ? സ്റ്റീവിൻ പറ്റുമോ? സ്റ്റീവിൻ പറ്റുമോ? സെയിം ടെസ്റ്റ് ബെഞ്ച് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? സ്റ്റീവിൻ ഓക്കെ. മെൽബിൻ പറ്റുമോ? മെൽബിൻ ലാൽ പറ്റും. സോ ദ ആൻസർ ഈസ് കറക്റ്റ്. പറ്റും. കാരണം നമ്മൾ ഓൾറെഡി ഗേറ്റ്സിന്റെ നമ്മൾ സിമിലർ സംഭവം ഓൾറെഡി ചെയ്തായിരുന്നു ക്ലാസ്സിൽ നിന്ന് തന്നെ അല്ലേ? സോ വാട്ട് എവർ മേ ബി ദ സ്റ്റൈൽ ഓഫ് മോഡലിംഗ് യു ആർ യൂസിങ്, ഇഫ് ദ ഇൻപുട്സ് ഔട്ട്പുട്ട്സ് അതിന്റെ പേരുകൾ മാറുന്നില്ല എങ്കിൽ, ഇപ്പോൾ ഒരു സെയിം സ്ട്രക്ചർ ഇപ്പൊ ആൻഡ് ഗേറ്റിന്റെ തന്നെ ഇപ്പൊ നിങ്ങൾ AB ആർ ദ ഇൻപുട്ട് ആൻഡ് Z is the output ആണെങ്കിൽ അത് ആസ് ലോങ് ആസ് ദ ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് പോർട്ട് റിമെയിൻസ് ദ സെയിം, നിങ്ങൾ ഏത് സ്റ്റൈൽ ഓഫ് മോഡലിംഗ് എഴുതി കഴിഞ്ഞാൽ സെയിം ടെസ്റ്റ് ബെഞ്ച് എഴുതാം, അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവും ഇല്ല. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇനി നമ്മൾ കാണുന്നതിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന സെയിം ടെസ്റ്റ് ബെഞ്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, കാരണം ഓൾറെഡി 4:1 സ്ട്രക്ചറിൽ നമ്മൾ ടെസ്റ്റ് ബെഞ്ച് എഴുതിയിരിക്കുന്നതാണ്. സോ അത് ബിഹേവിയറിൽ ചോദിച്ചാൽ ഓർത്തോണ്ട് അതിൻ്റെ ടെസ്റ്റ് ബെഞ്ച് ഒരിക്കലും മാറത്തില്ല. സെയിം ടെസ്റ്റ് ബെഞ്ച് ക്യാൻ ബി യൂസ് പ്രൊവൈഡഡ് മേ ബി അന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഇൻപുട്ടുകളുടെ പേരുകളും സെലക്ട് ലൈനിന്റെ പേരുകളും ഔട്ട്പുട്ടിന്റെ പേര് ഒരുപക്ഷെ മാറിയേക്കാം. സോ ആ നെയിമിന് കറസ്പോണ്ടിങ് ഇവിടെ എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വേരിയബിൾ സെയിം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേരിയബിൾ സെയിം ആണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ S1 S0 തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിന് കറസ്പോണ്ടിങ്ലി ആയിരിക്കും കിട്ടുന്നുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നവും തന്നെ വരുന്നില്ല. സെയിം വേരിയബിൾ നെയിംസ് സെയിം ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ നെയിം ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് എന്ത് പ്രോഗ്രാമിന് കറസ്പോണ്ടിങ്ലി ആണോ എഴുതേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരിയബിൾ നെയിം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാതെ വേറെ സെപ്പറേറ്റ് ഇതിന് മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ ബിഹേവിയർ മോഡലിങ്ങിന് ഒരു ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ബെഞ്ച്, സ്ട്രക്ചറിൽ ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ബെഞ്ച്, ഡേറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ബെഞ്ച്, അങ്ങനെയൊന്നും ഇല്ല. ഒരു സെയിം സ്ട്രക്ചറിന് ഇപ്പം മക്സ് ആണെങ്കിൽ 4:1 മക്സ് ആണെങ്കിൽ 4:1 മക്സ് ഏത് മോഡലിംഗ് നമ്മൾ എഴുതിയാലും പ്രൊവൈഡഡ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട് വേരിയബിൾസ് സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് ദ സെയിം.